LKL സ്റ്റാർസ് മാത്സ് ക്ലാസ്സിലേക്ക് എല്ലാ കുട്ടികൾക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ചാപ്റ്റർ 4 CBSE 10th സ്റ്റാൻഡേർഡിലെ എക്സസൈസ് 4.1 എക്സാമ്പിൾ 2ൽ എത്രാമത്തെ ഫോർത്ത് ക്വസ്റ്റ്യൻ ആണ് ഇന്ന് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ എക്സാമ്പിൾ 2 നോക്കിക്കേ. റെപ്രസെൻറ്റ് ദ ഫോളോയിങ് സിറ്റുവേഷൻസ് ഇൻ ദ ഫോം ഓഫ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ്. ഇതിൽ നമ്മൾ ആദ്യത്തെ 3 ചെയ്ത് കഴിഞ്ഞതാണ്. ഇനി ചെയ്യാൻ പോണേ ഫോർത്താണ്. ക്വസ്റ്റ്യൻ നോക്കാം കേട്ടോ. എ ട്രെയിൻ ട്രാവൽസ് എ ഡിസ്റ്റൻസ് ഓഫ് 480 കിലോമീറ്റർ അറ്റ് എ യൂണിഫോം സ്പീഡ്. എന്താണ് യൂണിഫോം സ്പീഡ് എന്ന് പറഞ്ഞാൽ സെയിം സ്പീഡിൽ തന്നെ ഒരു ട്രെയിൻ ട്രാവൽ ചെയ്യണം അല്ലേ, 480 കിലോമീറ്റേഴ്സ്. ഇഫ് ദ സ്പീഡ് ഹാഡ് ബീൻ 8 kilometer per hour less, then it would have taken 3 hours more to cover the same distance. കണ്ടോ, ഇപ്പോൾ ട്രെയിൻ ഒരു 8 hours എന്താണ് കുറച്ച് ഒരു ഇതിലാണ് പോയത്, കിലോമീറ്റർ 8 hours കുറഞ്ഞാണ് പോയത്. അപ്പോൾ അത് എന്തെടുത്തു എന്നാണ് പറയുന്നത്, 3 hours കൂടുതലായിട്ട് എടുത്തു ഈ സെയിം ഡിസ്റ്റൻസ് കവർ ചെയ്യാൻ. നമ്മുടെ ഡിസ്റ്റൻസ് എത്രയാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്, 480 കിലോമീറ്റർ അല്ലേ. അപ്പോൾ അത്രയും കവർ ചെയ്യാനായിട്ട് 8 കിലോമീറ്റർ കുറഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും ടൈം കുറഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും 3 hours കൂടുതലെടുത്തു എന്നാണ് പറഞ്ഞേക്കുന്നത്. വി നീഡ് ടു ഫൈൻഡ് ദ സ്പീഡ് ഓഫ് ദ ട്രെയിൻ. ഇതാണ് നമ്മളോട് പറഞ്ഞേക്കുന്നത് കേട്ടോ, സ്പീഡ് ഓഫ് ദ ട്രെയിൻ. അപ്പോൾ നമ്മളോട് എന്താ പറഞ്ഞേക്കുന്നത്, ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. സോ നമുക്ക് നമ്മുടെ ആൻസറിലേക്ക് പോവാം. കണ്ടോ, ഇവിടെ ശ്രദ്ധിച്ചോളൂ കേട്ടോ. അത് സ്പീഡ് ഓഫ് ട്രെയിൻ എത്രയാണ്, x കിലോമീറ്റർ പെർ അവർ ആണ്. അതിൻ്റെ ഡിസ്റ്റൻസ് നമുക്ക് തന്നിട്ടുള്ളത് എത്രയാണ്, 480. ക്ലിയർ ആയല്ലോ അല്ലേ, 480 ആണ് നമ്മൾക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ നമ്മളിവിടെ നോക്കേണ്ടതെന്ന് വെച്ചാൽ ടൈം ടേക്കൺ ടു കവർ ദ ഡിസ്റ്റൻസ് ഓഫ് 480 അല്ലേ. ഈ 480 കിലോമീറ്റേഴ്സ് പോകണമെങ്കിൽ എത്ര ടൈം എടുത്തു എന്നുള്ളതാണ് നമ്മളിവിടെ പരിഗണിക്കപ്പെടേണ്ടത്. അപ്പോൾ നമുക്ക് സ്പീഡ് ഓഫ് ദ ട്രെയിൻ തന്നിട്ടില്ലാത്തത് കൊണ്ട് നമ്മൾ എന്തായിട്ട് എടുത്തു, x കിലോമീറ്റർ പെർ അവർ ആയിട്ട് എടുത്തു. ക്ലിയർ ആയല്ലോ. ഇനി നമ്മൾ ഇതിലൊക്കെ പഠിക്കുന്നില്ലേ ടൈമിൻ്റെയൊക്കെ ഇക്വേഷൻ ഫിസിക്സിലൊക്കെ. സോ ടൈം ഈക്വൽ ടു എന്താണ്, ഡിസ്റ്റൻസ് ബൈ സ്പീഡ്. അതേ തന്നെയാണ് ഇവിടെയും എടുക്കേണ്ടത്. നമുക്കിവിടെ സ്പീഡ് ഉണ്ടല്ലേ, എത്രയാണ് അതിൻ്റെ സ്പീഡ് നമ്മൾ x എന്ന് എടുത്തു. പിന്നെ എന്താ പറഞ്ഞിട്ടുള്ള ഡിസ്റ്റൻസ് ട്രാവൽഡും എടുത്തിട്ടുണ്ട് 480, അതാണ് നമ്മുടെ ഡിസ്റ്റൻസ്. സോ ടൈം ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ സ്പീഡ് എന്ന് പറയുമ്പോൾ ഡിസ്റ്റൻസിൻ്റെ സ്ഥാനത്ത് ആരെ എഴുതുക, 480 എഴുതുക. പിന്നെ സ്പീഡ് നമ്മൾ എന്തായിട്ടാണ് എടുത്തത്, സ്പീഡ് x ആയിട്ട് എടുത്തു. സോ 480 ബൈ x. ക്ലിയർ ആയില്ലേ. അടുത്തത് നോക്കിയേ. ഇഫ് ദ സ്പീഡ് ഹാഡ് ബീൻ 8 കിലോമീറ്റർ പെർ ഹവർ ലെസ് ദാൻ ദ സ്പീഡ് ഓഫ് ട്രെയിൻ എന്ന് പറഞ്ഞപ്പോൾ എന്ത് പറ്റി, ദെൻ ദ സ്പീഡ് ഓഫ് ട്രെയിൻ അല്ലേ, 8 കിലോമീറ്റർ പെർ അവർ ലെസ്. അങ്ങനെയാണെങ്കിൽ ദെൻ ദ സ്പീഡ് ഓഫ് ട്രെയിൻ, അങ്ങനെയാണെങ്കിൽ സ്പീഡ് ഓഫ് ട്രെയിൻ എങ്ങനെ എടുക്കാം നമുക്ക്. കണ്ടോ, നമ്മുടെ ഫസ്റ്റ് നമ്മൾ എന്തായിരുന്നു കൊടുത്തത്, സ്പീഡ് ഓഫ് ട്രെയിൻ x ആയിരുന്നു. അപ്പോൾ 8 hours ലെസ് ആകുമെന്ന് പറയുമ്പോൾ എന്ത് വരും, അതിൽ നിന്ന് സ്പീഡ് ഓഫ് ദി ട്രെയിനിൽ നിന്ന് 8 സബ്ട്രാക്ട് ചെയ്യണം. സോ x - 8 കിലോമീറ്റർ പെർ അവർ ആയി. ക്ലിയർ ആയല്ലോ അല്ലേ. നമ്മളിവിടെ സ്പീഡ് എടുത്തത് x ആണ്. ഇവിടെ എന്താ പറഞ്ഞേക്കുന്നത്, ഇത് സ്പീഡ് ഹാഡ് ബീൻ 8 കിലോമീറ്റർ പെർ അവർ ലെസ് എന്ന് പറഞ്ഞ കാരണം ആ സ്പീഡിൽ നിന്നും x - 8 കൊടുക്കുക നമ്മൾ, കിലോമീറ്റർ പെർ അവർ ആയി. ഇവിടെയും സെയിം ഡിസ്റ്റൻസ് തന്നെയെന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ടല്ലോ. സോ ഡിസ്റ്റൻസ് ഈക്വൽ ടു 480 തന്നെയാണ് അല്ലേ. നമ്മുടെ ഇക്വേഷൻ നമുക്ക് എടുക്കാം, ടൈം ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ സ്പീഡ്. സോ ടൈം എന്ന് പറയുന്നത് എങ്ങനെ നമുക്ക് എഴുതാം, 480 ബൈ x - 8. ഇത് 8 hours കുറഞ്ഞു വന്നു. അപ്പം ക്ലിയർ ആയില്ലേ. അപ്പോൾ നോക്കിയേ, ഇറ്റ് വുഡ് ഹാവ് ടേക്കൺ 3 hours മോർ ടു കവർ ദ സെയിം ഡിസ്റ്റൻസ്. മീൻസ് എന്താണ് അതിൻ്റെ അർത്ഥം വരിക, ഇത് ഒരു 3 മണിക്കൂറാണ് കൂടുതലായിട്ട് എടുത്തതെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾക്ക് അതിനെ എങ്ങനെ എഴുതാം, നമ്മുടെ സ്പീഡ് എടുക്കുക 480 ബൈ x ഫസ്റ്റ് സ്പീഡ് അല്ലേ, പ്ലസ് 3. അത് എന്തിനാണ്, ഇതിന് തമ്മിൽ സെയിം ആണല്ലേ, രണ്ടും തമ്മിൽ സെയിം ഡിസ്റ്റൻസ് ആണ്. സോ ഈക്വൽ ടു 480 ബൈ x - 8 എന്ന് കൊടുക്കുക. മനസ്സിലായല്ലോ. ഇവിടെ 3 മണിക്കൂർ കൂടുതൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ആദ്യത്തേൻ്റെ അതിൻ്റെ കൂടെ നമ്മൾ 3 ആഡ് ചെയ്യുക. അത് ഏതിന് തുല്യമായി സെയിം ഡിസ്റ്റൻസ് തന്നെയാണ് കവർ ചെയ്യേണ്ടത്. സോ 480 ബൈ x - 8 അത് ചെയ്യുക. ഇനി ഇതിന് ശേഷം നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഈ 3 ഈ പോർഷനിലേക്ക് കൊടുക്കുക. അതിനുശേഷം ഇതെടുക്കുക അല്ലേ, 480 ബൈ x - 8. എന്നിട്ട് എന്ത് ചെയ്യുക, ഈ 480 ബൈ എക്സിനെ ഇപ്പുറത്തേക്ക് ട്രാൻസ്പോസ് ചെയ്യുക. കണ്ടോ, അപ്പോൾ -480 ബൈ x ആയി. ഇവിടെ ഇനി ഒരു കാര്യം നോക്കേണ്ടതെന്ന് വെച്ചാൽ ഈ രണ്ടിൻ്റെയും ഡിനോമിനേറ്റേഴ്സ് എന്താണ്, ദേ ആർ ഡിഫറെൻറ്റ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾക്ക് ഒരിക്കലും ഇങ്ങനെ ഒരു സം തന്നാൽ ക്ലിയർ ആയിട്ട് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മളിതിനെ ഈക്വലൈസ് ചെയ്യണം. ഈക്വലൈസ് ചെയ്യാൻ നേരത്തെ എന്ത് ചെയ്യണം, ഡിനോമിനേറ്റേഴ്സിനെ സെയിം ആയിട്ട് കൊണ്ടുവരിക അല്ലേ. ഡിനോമിനേറ്റേഴ്സിനെ സെയിം ആയിട്ട് കൊണ്ടുവരാൻ വേണ്ടി നമുക്കിവിടെ LCM നോക്കിയാൽ എന്താ വരിക, ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുക, x - 8 ഇൻറ്റു x എന്ന് പറയും. അപ്പോൾ നമുക്കിവിടെ LCM എന്ത് കിട്ടി, ഹിയർ LCM ഈക്വൽ ടു x - 8 ഇൻറ്റു x. ക്ലിയർ ആയല്ലോ. അപ്പോൾ ഈ ഇത് വെച്ചുകൊണ്ട് നമ്മളിതിനെ
കറക്റ്റ് ചെയ്തെടുക്കുക. കണ്ടോ, ഇതാണ് നമ്മുടെ LCM. അപ്പോൾ നമുക്കത് നോക്കാം അല്ലേ. നോക്കിയേ, ഈ 3 ഈക്വൽ ടു എഴുതി, പിന്നെ എന്താ എഴുതിയത്, 480/x-8 എഴുതും. നമ്മുടെ LCM എത്രയാണ്, x-8 × x ആണ്. സോ ഇവിടെ ഇല്ലാത്തത് ആരായിരുന്നു, കണ്ടോ, ഇവിടെ ഇല്ലാത്തത് ആരാ, x ആണ്. സോ അതുകൊണ്ട് ഇൻറ്റു എക്സ് ഡിനോമിനേറ്റർ ചെയ്തു, അതുപോലെ ന്യൂമറേറ്ററും ചെയ്യുക. ദെൻ മൈനസ് ഇതെഴുതി 480/x. ഇവിടെ ഇല്ലാത്തത് ആരാ, x-8 ആണ് അല്ലേ. x-8 ഇവിടെ ഇല്ല. സോ ഇതിനെ x-8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, ഇതിനെയും x-8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ക്ലിയർ ആയില്ല ഇത്രയും. ഇനി അടുത്തതായിട്ട് എന്താണ്, 3 ഈക്വൽ ടു, നമ്മളത് തമ്മിൽ ചെയ്യുമ്പോൾ 480 × x ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി, 480x മൈനസ് അടുത്തത് എന്തായിരുന്നു, 480 × x-8. കണ്ടോ, അതും എടുത്തെഴുതി. ഇപ്പോൾ രണ്ടിൻ്റെയും ഡിനോമിനേറ്റേഴ്സ് നമുക്ക് ഒരുപോലെ വന്നില്ലേ, x-8 × x ആയി ഡിനോമിനേറ്റർ. ക്ലിയർ ആയില്ല അല്ലേ. രണ്ടിനെയും നമ്മൾ ഒരുപോലെ മൾട്ടിപ്പിൾ ചെയ്തായിരുന്നു. സോ ഡിനോമിനേറ്റർ x-8 × x ആയി. ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ, ഈ 3 എടുത്തെഴുതി, ദെൻ ഈക്വൽ ഇട്ടിട്ട് ഇവിടെ ഈ 480x എഴുതി, ദെൻ ഈ മൈനസ് ഇവിടെ കൊടുത്തു. ഇവിടെ വന്നപ്പോൾ എന്ത് പറ്റി, 480 × x. അതുകൊണ്ട് ഇവിടെ എന്താ വന്നത്, 480x. ദെന്നോ മൈനസ് 480 × -8 വന്നപ്പോൾ എന്ത് പറ്റി, ഇവിടെ പ്ലസ് ആണ് കേട്ടോ. സോ -480 × -8 വന്നപ്പോൾ നമുക്ക് എന്താ കിട്ടിയത്, പോസിറ്റീവ് ഇത് കിട്ടും. മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുമ്പോൾ ഇത് കിട്ടും. ഓക്കെ, ബൈ ഇതെടുത്ത് എഴുതുക, ഏത്, x-8x എന്നുള്ളത് എടുത്ത് എഴുതുക. ഇനി ഇവിടെ നോക്കിക്കേ, ഇവിടെ 480x ഉണ്ട്, ഇവിടെ -480x ഉണ്ട്. നമുക്കിത് രണ്ടും ക്യാൻസൽ ചെയ്ത് കളയാലോ. അപ്പോൾ അതും കൂടെ പോയി. ബാക്കി നമുക്ക് ആരാ ഉള്ള, ഈ ഒരു ആൻസർ മാത്രമേ ഉള്ളൂ അല്ലേ. ഇനി അപ്പോൾ 3 ഈക്വൽ ടു 3840 ഡിവൈഡഡ് ബൈ, കണ്ടോ, ഇത് രണ്ടും കൂടി x × x എന്ത് കിട്ടി, x². ദെൻ -8 × x എന്താ കിട്ടിയത്, -8x കിട്ടി. ഇനി എന്ത് ചെയ്യുക, ഇത് തമ്മിലൊന്ന് ക്രോസ് ചെയ്യുക. അതിനാണ് കേട്ടോ ഞാൻ ഈ ആരോ ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ടുള്ളത്. 3യും ഇതും കൂടി ഇൻറ്റു ചെയ്യുക. അപ്പോൾ നമുക്കതെടുത്ത് എഴുതാം അല്ലേ. 3 × x² - 8x = 3840. ഇനി നമുക്കിവിടെ ഇക്വേഷൻ ഫോം ചെയ്യാനായിട്ട് ശ്രമിക്കാം. 3 × x², 3x². ദെൻ 3 × -x - 24x = 3840. ഇനി എന്ത് ചെയ്യുക, ഇതിനിപ്പുറേക്ക് കൊണ്ടുവരിക. സോ 3x² - 24x ഇതിനിപ്പുറേക്ക് കൊണ്ടുവന്നപ്പോൾ എത്രയായി, -3840. ബാക്കിയൊന്നും ഇല്ലാത്തതുകൊണ്ട് =0. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, നമ്മുടെ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഫോം ചെയ്തു. ക്ലിയർ ആയില്ലേ. ഇനി നമുക്കിവിടെ പൂർണ്ണമായിട്ടും തീർന്നിട്ടില്ല. നമ്മൾക്ക് എന്ത് ചെയ്യാം, ഇതിനെല്ലാത്തിനെയും ഒന്ന് നോക്കിയാൽ ഇതെല്ലാം എത്രയിൽ പോകും, 3യിൽ പോകും അല്ലേ. അപ്പോൾ അതുകൊണ്ട് നമുക്കിവിടെ 3 കോമൺ ആയിട്ട് വരുന്ന കാരണം 3നെ നമുക്ക് പുറത്തെടുക്കാം. കണ്ടോ, 3നെ പുറത്തെടുത്തിട്ട് ഇവിടെ എന്ത് കൊടുത്തു, 3x² എന്നാണ്. സോ 3 × x² ആണല്ലോ 3x², അതുകൊണ്ട് x²ൻ്റെ ഉള്ളിലിട്ട്. ഇനി 3 ഇതിലെത്ര ടൈംസാണ് പോണേ, 8 ടൈംസ് ആണ് അല്ലേ. അതുകൊണ്ട് ഇവിടെ -8x കൊടുത്തു. നോക്കിയേ, 8 × 3 24x കിട്ടില്ലേ. ഇനിയോ ഇതിനെ 3 കൊണ്ട് ഇതിനെ ഒന്ന് ഡിവൈഡ് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് ഈ ഒരു ആൻസർ കിട്ടും. ക്ലിയർ ആയല്ലോ അല്ലേ. =0. അപ്പോൾ നമുക്ക് ഫൈനലായിട്ട് ചെയ്യുമ്പോൾ നമ്മൾക്കിത് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. നമ്മൾ ഇതിനെടുക്കുക അല്ലേ, x² - 8x - 1280 = 0. ഈ 3 ഇല്ലേ, ഈ 3 ഇൻറ്റു ആണ്. സോ ട്രാൻസ്പോസ് ചെയ്യുമ്പോൾ എന്ത് പറ്റി, ഡിവൈഡഡ് ബൈ 3 ആയി. അപ്പോൾ നമുക്ക് ഒന്നും കൂടി ഇതിനെടുത്ത് എഴുതാം. x² - 8x - 1280 ഇതിനെ ഡിവൈഡ് ചെയ്താൽ എത്ര കിട്ടും, 0. അപ്പോൾ നമ്മുടെ ജനറൽ ഫോം, ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ജനറൽ ഫോം എന്താണ്, a² + bx + c = 0. അതേ ഫോമിലേക്ക് നമ്മളിപ്പോൾ ഇതിനെ കൺവേർട്ട് ചെയ്തില്ലേ, കണ്ടോ, ax², then bx, then ഇത് കോൺസ്റ്റൻറ്റ് ടേം c = 0, where a is not equal to 0 ഉണ്ട്. ഇത് 0യും അല്ല. ക്ലിയർ ആയല്ലോ. ഓക്കെ, താങ്ക് യു. ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.